നമ്മുടെ തന്നെ അലസതയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നാളെ നാളെ എന്ന് വെച്ച് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാറാറുള്ളത്. ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുണ്ടായിരുന്നിട്ടും അതിനോട് താല്പര്യം അല്ലെങ്കിൽ ചെയ്യണമെന്ന അതിയായ ആഗ്രഹം ഇല്ലാതെ വരുമ്പോഴാണ് അലസത നമ്മളെ കീഴടക്കുന്നത്. ഈ അലസത നമ്മിലേക്ക് എത്തുന്നത് കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്ന് ചിന്തിച്ച് നീട്ടിവെക്കുന്ന സ്വഭാവത്തിലൂടെയും ഉറക്കം, കോട്ടുവായി തുടങ്ങിയ സുഹൃത്തുക്കളുടെ രൂപത്തിലും ഒക്കെ ആയിരിക്കും. ഈ സുഹൃത്തുക്കൾ നമുക്ക് കൂടുതൽ സുഖം തരുന്നതിനോടൊപ്പം പ്രശ്നങ്ങളെ നേരിടാതിരിക്കാനോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനോ ഒക്കെ നിമിഷ നേരം കൊണ്ട് നമ്മളെ തയ്യാറാക്കും. സൗഹൃദഭാവത്തിലായതിനാൽ അവർ നമ്മളെ ഒന്നുമല്ലാതാക്കുകയാണ് എന്ന് നാം അറിയുക പോലുമില്ല. ഈ അലസത മാറ്റാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെയ്യാനുള്ള കാര്യവും ചെയ്യാനുള്ള പ്ലാനും ആദ്യമേ ഉണ്ടാക്കുക. അത് ചെറുതോ വലുതോ എന്നത് ഒരു വിഷയമേ അല്ല. ചിന്തിക്കാൻ സമയം കൊടുക്കാതെ പ്ലാൻ ചെയ്തതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ചെയ്യണോ അതോ നാളെ ആക്കിയാലോ എന്നൊക്കെയുള്ള ചിന്തകൾക്ക് വരാനുള്ള സമയം കൊടുക്കാതെ എഴുതി വെച്ച പ്ലാനുകൾ പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ ചെറിയ കാര്യം തീർക്കുന്നതിനും അനുസരിച്ച് മനസ്സിൽ സന്തോഷം വരികയും വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഉത്സാഹം ക്രമേണ ഉണ്ടായി വരികയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് ഉത്സാഹം ഉണ്ടാവണമെന്ന വാശി ഉപേക്ഷിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നതിന് പകരം ഒരു ലൈവ് ക്യാമറയിൽ നമ്മളെ ആരോ നിരീക്ഷിക്കുന്നതായി ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്നതെല്ലാം ആരോ ഒരാൾ കാണുന്നു എന്ന് വരുമ്പോൾ നമ്മൾ മടി വന്നാലും അവർ കാണുമല്ലോ എന്ന് ചിന്തിച്ച് നമ്മുടെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങും. സാവധാനം ഓരോന്നായി ചെയ്യുമ്പോഴുള്ള സന്തോഷം നമ്മളിൽ ഉത്സാഹമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മനസ്സ് ഒന്ന് കിടക്കാം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അത് ശ്രദ്ധിക്കാതിരിക്കുക. അഥവാ കിടന്നാൽ തന്നെ ലോകം മുഴുവൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ കിടന്നാൽ നമ്മൾ ഒന്നുമല്ലാതായി പോവും എന്ന് മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. സാവധാനം മനസ്സ് അലസതയെ പേടിച്ചു തുടങ്ങും. അങ്ങനെ വന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ മനസ്സു തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും.